ലാഭം, നഷ്ടം, ലാഭം. ഇത് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ. വീടിന് ഐശ്വര്യം കൊണ്ടുവരാൻ 2 സ്റ്റെപ്പ് മതി വാസ്തുവിന്റെ ആളുകൾ പറയുന്നുണ്ട്. അതുപോരാ 3 സ്റ്റെപ്പുകൾ വേണമെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. ഇരട്ട സംഖ്യ പാടില്ല, ഒറ്റ സംഖ്യ വേണമെന്നാണ് പറയുന്നത്. ഈ 2 വാസ്തുവിന്റെ ആളുകൾ തമ്മിലും എപ്പോഴും ഇതിന്റെ പേരിൽ തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യം എന്താണ്? അവർക്ക് എവിടെ സ്റ്റെപ്പ് ഉള്ളത് കോമൺ അല്ലേ? അത് കയറി വന്നു കഴിഞ്ഞാൽ ലോബിയിലൊക്കെ വന്നതിന് ശേഷമല്ലേ അവരുടെ ഫ്ളാറ്റിലേക്ക് കയറുന്നത്. അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളും ഓഫീസുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അവർക്കൊന്നും ലാഭവും ഐശ്വര്യവും ഒന്നും വേണ്ടേ? ഇവര് പറയുന്ന 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും നോക്കാം. ഇതാണ് 2 സ്റ്റെപ്പ്. ഇത് മുറ്റമാണ്. അവിടുന്ന് 1ാമത്തെ സ്റ്റെപ്പ്, 2ാമത്തെ സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട്. ലാഭം, പ്രോഫിറ്റ്, നഷ്ടം, ലോസ്. വരാന്തയിലേക്ക് കയറുമ്പോൾ പ്രോഫിറ്റ്. ലാഭം, നഷ്ടം, ലാഭം. ഇതാണ് ഈ 2 സ്റ്റെപ്പ് വേണമെന്ന് പറയുന്ന ആളുകൾ. നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓൾറെഡി സിറ്റ് ഔട്ട് ലാഭമാണ്. അവിടുന്ന് നഷ്ടത്തിലേക്ക് ഇറങ്ങി വീണ്ടും ലാഭം, പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് നഷ്ടമാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഈ മുറ്റം പരിഗണിക്കുകയില്ല എന്നാണ് ഇവർ പറയുന്നത്.